വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നദികളെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ റിവിഷൻ ആണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 30 ദിവസത്തെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ കുറച്ചധികം ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ത്യൻ നദികൾ പ്രധാനമാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ നദികളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികൾ എന്നാണ്, ഹിമാലയൻ നദികൾ. അടുത്തത് എന്താണ്? ഉപദ്വീപിയൻ നദികൾ എന്നാണ്. അപ്പൊ ഇന്ത്യൻ നദികളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായി തിരിക്കാം. ഹിമാലയൻ നദികൾ എന്നും ഉപദ്വീപിയൻ നദികൾ എന്നും രണ്ടായി തിരിക്കുന്നു അല്ലെ. ഈ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ നദികളാണ് ഒന്ന് സിന്ധു, അടുത്തത് ഗംഗ, അടുത്തത് ബ്രഹ്മപുത്ര തുടങ്ങിയവ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവ ഹിമാലയൻ നദികളാണെങ്കിൽ ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, ഏതാണ്? ഗോദാവരി, അതുപോലെ തന്നെ കാവേരി, ഗോദാവരി, കാവേരി. അടുത്തത് കൃഷ്ണ, ഏതാണ്? കൃഷ്ണ. അടുത്തത് താപ്തി, അടുത്തത് താപ്തി. അടുത്തത് മഹാനദി, മഹാനദി. ലാസ്റ്റ് വൺ നർമ്മദ. ഇവയാണ് ഉപദ്വീപിയൻ നദികൾ. ഈ ഉപദ്വീപിയൻ നദികളിൽ ആദ്യം പറഞ്ഞ 4 നദികളെ, ഗോദാവരി, കാവേരി, കൃഷ്ണ, താപ്തി തുടങ്ങിയ നദികളെ നമ്മൾ ഏത് പേരിട്ടും വിളിക്കുന്നുണ്ട്? ഡക്കാൻ നദികൾ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ ഡക്കാൻ നദികൾ എന്ന് പറഞ്ഞാൽ ഗോദാവരി, കാവേരി, കൃഷ്ണ, താപ്തി തുടങ്ങിയവയാണ്. ഈ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി താപ്തിയാണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ താപ്തിയാണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതൊക്കെയാണ്? താപ്തി. അതുപോലെ തന്നെ അടുത്തത് ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? നർമ്മദ. അപ്പൊ നർമ്മദ, താപ്തി തുടങ്ങിയവ ഉപദ്വീപിയൻ നദികളിൽ എങ്ങോട്ട് ഒഴുകുന്നതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും രണ്ടായി തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഹിമാലയൻ നദികളെ കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് ഹിമാലയൻ നദി നമ്മൾ പറയുന്നു സിന്ധു. സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പൊ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. ഈ സിന്ധുവ്, മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു ഇന്ത്യയിലൂടെ 709 കിലോമീറ്ററോളം നീളത്തിലേ ഒഴുകുന്നുള്ളൂ. സിന്ധു എന്നത് ഒരു സംസ്കൃത പദമാണ്. സിന്ധു എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം നദി അല്ലെങ്കിൽ സമുദ്രം എന്നാണ്. ആര്യന്മാരാണ് സിന്ധു നദിക്ക് ആ പേര് കൊടുത്തത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എന്നെടുത്ത് പറയണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധുവിന്റെ പേര് പറയും. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളമേറിയ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ നദിയാണ് സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയും ഏതന്നെയാണ്? സിന്ധു. സിന്ധു ഇന്ത്യയിൽ ഒഴുകുന്ന ഏക സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് ജലം, ഏതാണ്? ജലം. അടുത്തത് ചിനാബ്, അടുത്തത് രവി, അടുത്തത് ബിയാസ്, അടുത്തത് സത്ലജ് തുടങ്ങിയവ. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയവ സിന്ധുവിന്റെ പോഷക നദികളാണ്. അതിൽ ഏറ്റവും വീതി കൂടിയ സിന്ധുവിന്റെ പോഷക നദി ചിനാബ് ആണെങ്കിൽ നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? സത്ലജ് ആണ്. ഈ ജലം നദി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിതസ്ത എന്ന പേരിലാണ്. ചിനാബ് അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്ന പേരിലാണ്. അടുത്തത് രവി അറിയപ്പെട്ടിരുന്നത് പരുഷ്ണി എന്നാണ്. ചില പുസ്തകങ്ങളില് ഐരാവതി എന്നും കാണാം. ബിയാസ അറിയപ്പെട്ടിരുന്നത് വിപാസ എന്നും സത്ലജ് അറിയപ്പെട്ടിരുന്നത് ശതദ്രി എന്നുമാണ്. ഇതൊക്കെ സിന്ധുവിന്റെ പോഷക നദികളുടെ അപരനാമമാണ്. ജലം, ചിനാബ്, രവി, ബിയാസ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് കൂടാതെ സിന്ധു.
അതുപോലെ തന്നെ സരസ്വതി. ഇത്രയും നദികളെ കൂടെ എങ്ങനെ വിളിക്കുന്നു? സപ്തസിന്ധു എന്ന് വിളിക്കുന്നു. അപ്പൊ സപ്തസിന്ധു എന്ന് പറഞ്ഞ സിന്ധുവിന്റെ 5 പോഷക നദികളും സിന്ധു നദിയും സരസ്വതി നദിയും കൂടി ചേർന്നതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യം പാകിസ്ഥാനിന്റെയും എന്താണ്? പാകിസ്ഥാനിന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ചോദിച്ച രവി പറയണം. പാകിസ്ഥാന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്നു രവി. അടുത്തത് പാകിസ്ഥാനിന്റെയും ജമ്മു കാശ്മീരിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ജലം. ഏതാണ്? ജലം. നമ്മൾ കേട്ടിട്ടുണ്ട് ജലം നദിയിലാണ് ഉറി എന്ന് പറയുന്ന പ്രോജക്റ്റ് അല്ലെ? ഉറി എന്ന് പറയുന്ന പദ്ധതി ഏതാണ്? ജലം. അതുപോലെ തന്നെ രവി, എന്താണ് രവിയെ വിളിക്കുക? റിവർ ഓഫ് ലാഹോർ എന്നറിയപ്പെടുന്നത് ഏതാണ്? രവി നദിയാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളോ. അടുത്തത് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഏതാണ്? സിന്ധുവിന്റെ പോഷക നദി ജലം. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം ബഗ്ലിഹാർ അണക്കെട്ടിനെ കുറിച്ച്. ബഗ്ലിഹാർ അണക്കെട്ട് ജമ്മു കാശ്മീരിലാണ്, അതുപോലെ തന്നെ ചിനാബ് നദിയിലാണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇതിന്റെ പ്രത്യേകത ഇത് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതാണ്. 2008 നമ്മുടെ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളത് പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? പാകിസ്ഥാനിന്റെ ജീവനദി ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ഏത് നദിയുടെ പേരാ പറയണ്ടേ? പാകിസ്ഥാന്റെ ദേശീയ നദി അതുപോലെ തന്നെ ജീവനദി എന്നൊക്കെ ചോദിച്ചാൽ സിന്ധു നദിയുടെ പേര് പറയണം. ഇനി സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിന്ധു നദീ ജല കരാറുണ്ട്, എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? 1960 സെപ്റ്റംബർ മാസം 19 ഒപ്പിട്ട സിന്ധു നദീജല കരാർ ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ഒപ്പിട്ടത്. ആരൊക്കെയാണ് ഒപ്പിട്ടത്? നെഹ്റുവും ആയൂബ് ഖാനും തമ്മിലാണ് ഒപ്പിട്ടത്. അതിന്റെ മധ്യസ്ഥത വഹിച്ചത് ആരാണ്? വേൾഡ് ബാങ്ക് ആണ് അതിന്റെ മധ്യസ്ഥാനത്ത് ഉണ്ടായിരുന്ന മധ്യസ്ഥ പൊസിഷനിലെ മീഡിയേറ്റർ ആയിട്ട് കേട്ടോ. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് 20% ജലമാണ് ഉള്ളൂ. രവി അതുപോലെ തന്നെ ബിയാസ്, സത്ലജ് നദികളിലെ ജലം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിന്ധു, ജലം, ചിനാബ് അതിലെയൊക്കെ നദികളിലെ അവകാശം ആർക്കാണ്? പാകിസ്ഥാനാണ്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ പ്രധാനപ്പെട്ട സിന്ധുവിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ്. ബ്രഹ്മപുത്ര നദിയെ കുറിച്ച് എന്താ പറയണ്ടേ? ബ്രഹ്മപുത്രയെ കുറിച്ച് പറയുമ്പോ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. പക്ഷേ മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയണ പോലെ നമുക്ക് ഇങ്ങനെയും കൂടെ നമ്മൾ പഠിക്കണം. ടിബറ്റിലെ ചോമോലുങ്മയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് എന്നും പറയും. അടുത്തത് ബംഗ്ലാദേശിൽ ഒഴുകിയെത്തി അത് എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ ചോമോലുങ്മ ഓരോരുത്തരും പ്രൊനൗൺസ് ചെയ്യുന്നത് ഓരോ തരത്തിലാണ്. ചില ബുക്കുകളില് ചെമയുങ്ദം ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ മക്കളെ. അപ്പൊ ഇതൊക്കെ ഒന്ന് തന്നെയാന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പൊ രണ്ടും ഒന്നാന്ന് മനസ്സിലാക്കാട്ടോ. ഇനി അടുത്തത് പ്രാചീന നാമം, ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം ലൗഹിത്യ എന്നതാണ്. ഇന്ത്യയിലെ ഏക ആൺനദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ്. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ്. ജലസമൃദ്ധമായതുകൊണ്ടാവും ധാരാളം വെള്ളപ്പൊക്കം ഉണ്ടാവണ നദിയാണ്.
പോഷക നദി, വളരെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ടീസ്റ്റ. ഏതാണ്? ടീസ്റ്റ. ഇനി ഫാസ്റ്റസ്റ്റ് റിവർ എന്ന് വിളിക്കുന്നത് ടീസ്റ്റയാണ്. നമ്മൾ വിളിക്കേണ്ട ഭയങ്കര സ്പീഡ്, ഫാസ്റ്റസ്റ്റ് റിവർ. ഇനി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ജമുന അല്ലെങ്കിൽ മേഘ്ന എന്ന പേരിലാണ്. അടുത്തത് ടിബറ്റിൽ അറിയപ്പെടുന്നത്, ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. സാങ്പോ. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്, അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ദിഹാങ്. അടുത്തത് അസമിൽ അറിയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നു. അസമിൽ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിബാങ് എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. പിന്നെന്താ വിളിക്കണേ? കാമരൂപ എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ അസമിലെ പേരുകളാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് അസമിൽ ബ്രഹ്മപുത്രയിലാണ്. അതുപോലെ തന്നെ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ. ഏതാണ്? സുന്ദർബൻ അല്ലെ? വെസ്റ്റ് ബംഗാളിലാണെന്ന് അറിയാം. ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ? ആ സുന്ദർബൻ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര മൂന്നെണ്ണല്ലേ. അപ്പൊ അടുത്തത് ഗംഗ നമുക്ക് പഠിക്കാം. ഗംഗ, അതായത് ഗംഗയുടെ പ്രത്യേകത, ഗംഗ ഉത്തരാഖണ്ഡില് ഗംഗോത്രി എന്ന് പറയുന്ന ഒരു മലനിരയുണ്ട്. ആ ഗംഗോത്രി മലനിരയിലെ ഗായ്മുഖ് എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഭഗീരഥി എന്ന പേരിൽ ഉത്ഭവിക്കുന്നു. ഭഗീരഥി എന്ന പേരിൽ ഉത്ഭവിക്കുന്നു ട്ടോ. ഈ ഭഗീരഥി എന്ന പേരിൽ ഉത്ഭവിച്ച് ഇനി എന്താണ്? അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ, വേറൊരു നദിയാണ് അളകനന്ദ. ആ അളകനന്ദയും, അളകനന്ദ ബദരീനാഥിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് സത്തോപനാഥ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അളകനന്ദ. ഈ അളകനന്ദയും ഭഗീരഥിയും കൂടി, ഭഗീരഥിയും കൂടി ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന്, ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് ഏതു പേരിലായിട്ട് മാറുന്നു? ഗംഗ എന്ന പേരിലായിട്ട് മാറുന്നു. ഇവിടെ എത്തുന്നത് വരെ ഗംഗ എന്താ ഭഗീരഥി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. കൂടാതെ മന്ദാകിനി, അതുപോലെ തന്നെ ജാൻവി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും. അതിനുശേഷമാണ് ഗംഗയായിട്ട് മാറണം. എന്നാൽ ഗംഗ ഇപ്പൊ ഇവിടെ നമ്മൾ ദേവപ്രയാഗിൽ എത്തുമ്പോ ഗംഗയായിട്ട് മാറണു എന്ന് പറഞ്ഞു അല്ലെ? എന്നാൽ ഈ ഗംഗയും അതുപോലെ തന്നെ യമുനയും അതുപോലെ തന്നെ സരസ്വതി നദി, സരസ്വതി നദി വലിയ ഭൂമിക്കടിയിലാണ് എന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. എന്നിവ സംഗമിക്കുന്നതിനെ നമ്മൾ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നു. അത് ഉത്തർപ്രദേശിലെ അലഹബാദിനടുത്തുള്ള പ്രയാഗിലാണ്. അലഹബാദിനടുത്തുള്ള പ്രയാഗിലാണ്. ഇവിടെയാണ് 12 വർഷം കൂടുമ്പോ എന്ത് നടക്കുന്നത്? മഹാകുംഭമേള നടക്കുന്നത് എന്നും ഓർത്തു വെച്ചോളോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഗംഗാ നദി. നീളം കൂടിയ നദിയാണ്. 25 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്. പോഷക നദികളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഏതന്നെയാണ്? നമ്മുടെ ഗംഗ തന്നെയാണ്. ഇനി ഗംഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗയുടെ പേരുകള്, ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ അഥവാ കീർത്തിനാശിനി എന്ന പേരിൽ, പത്മ എന്നും കീർത്തിനാശിനി എന്നും അറിയപ്പെടുന്നു. ഇനി വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ അറിയപ്പെടുന്നത് ഭഗീരഥി എന്ന പേരിലാണ്. ഭഗീരഥി. ഉത്തര മഹാസമതലത്തിൽ ഗംഗ എത്തുന്നത് എവിടെയാണ്? ഹരിദ്വാറിലൂടെയാണ്. എവിടെയാണ്? ഹരിദ്വാറിലൂടെയാണ്. ഹരിദ്വാർ. ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് യമുന. ഏതാണ്? യമുന ഉത്ഭവിക്കുന്നത് അല്ലെ വളരെ ഉത്തരാഖണ്ഡിലെ യമുനോത്രി എന്ന് പറയുന്ന മലനിരകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? യമുന ഉത്ഭവിക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കാം. പുരാണങ്ങളിൽ യമുന അറിയപ്പെട്ടിരുന്നത്
അറിയപ്പെടുന്നത് കാളിന്തി എന്ന പേരിലാണ്. എന്താണ്? കാളിന്തി. അപ്പൊ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന. യമുന കൂടാതെ ബിത്വ, അതുപോലെ തന്നെ കോസി, അതുപോലെ തന്നെ കെന്ന്, അതുപോലെ തന്നെ ഹുഗ്ലി, ഹുഗ്ലി, രാംഗംഗ, ഗോമതി, ദാമോദർ, ചമ്പൽ, അത് അങ്ങനെയൊക്കെ ധാരാളം പോഷക നദികൾ ആർക്കുണ്ട്? ഗംഗയ്ക്കുണ്ട്. ഇനി ഗംഗയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നദീതീര പട്ടണങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഗംഗാ നദീതീര പട്ടണങ്ങളാണ് സാരാനാഥ്, അതുപോലെ തന്നെ വാരണാസി, അതുപോലെ തന്നെ മീററ്റ്. ഏതാണ്? മീററ്റ്. അതുപോലെ അലഹബാദ്, പിന്നെ പാറ്റ്ന, ബറൗണി, ഹരിദ്വാർ, കേദാർനാഥ്, ഋഷികേശ്, കനൌജ്, ഇതൊക്കെ തന്നെ ഗംഗാ നദീതീര പട്ടണങ്ങളാണ്. ഇനി ചോദിച്ചാലോ നമ്മളോട് യമുന നദീതീരം? എപ്പോഴും ചോദിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ മധുര, അതുപോലെ തന്നെ ആഗ്ര, അതുപോലെ തന്നെ ഡൽഹി, ഇതൊക്കെ യമുന നദീതീര പട്ടണങ്ങളാണ്. ഇനി അടുത്തത് ഹുഗ്ലി നദീതീരത്തെ പ്രധാന പട്ടണമാണ് കൊൽക്കത്ത. ഏതാണ്? കൊൽക്കത്ത ഹുഗ്ലി നദീതീര പട്ടണമാണ് ട്ടോ. അപ്പൊ ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. എന്താണ്? 2008 നവംബർ 4-നാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. നമ്മള് ഇനി ഇന്ത്യയിലെ ദേശീയ ജലജീവിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പേര് ഗംഗാ ഡോൾഫിൻ എന്നാണ്. എന്താണ്? ഗംഗാ ഡോൾഫിൻ എന്ന് പറയും. ആ ഗംഗാ ഡോൾഫിൻ ആയിട്ട് അതിനെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. അപ്പൊ നമ്മളിവിടെ ഗംഗ ഉത്ഭവം, അതിന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട പോഷക നദികളുടെ പേരുകള്, അതുപോലെ തന്നെ നദീതീര പട്ടണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗംഗയുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഏത് നദികളാണെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോയിട്ടില്ല, അത് ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഉപദ്വീപിയൻ നദികളെ കുറിച്ചാണ്. അപ്പൊ ഉപദ്വീപിയൻ നദികളിൽ ടീച്ചർ നേരത്തെ പറഞ്ഞു ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി തുടങ്ങിയവ കിഴക്കോട്ടും പടിഞ്ഞാറോട്ട് നർമ്മദയും താപ്തിയും ഒഴുകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ആദ്യത്തെ ഉപദ്വീപിയൻ നദി നമ്മൾ ഗോദാവരി ഒന്ന് നോക്കാം. ഗോദാവരിയുടെ പ്രത്യേകത നാസിക്കിലെ ത്രയംബകം മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ട്ടോ. പൂർണമായും ഇന്ത്യയിൽ മാത്രം ഒഴുകുന്നതിൽ, പൂർണമായും ഇന്ത്യയിൽ മാത്രം ഒഴുകുന്നതിൽ നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതും ഏതാണ്? ഗോദാവരിയാണ്. ഇതിനെ നമ്മൾ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നു. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ. ഗോദാവരി തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് നാസിക്. അതുപോലെ തന്നെ രാജമുദ്രി, കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്ന രാജമുദ്രി. അടുത്തത് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതന്നെയാണ്? ഗോദാവരി തന്നെയാണ് എന്ന് ഓർത്തു വെച്ചോളോ. ഇനി ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശബരി, അതുപോലെ തന്നെ വാർധ എന്ന് പറയുന്ന നദി, ഇന്ദ്രാവതി എന്ന് പറയുന്ന നദി, വെയിൻ ഗംഗ എന്ന് പറയുന്ന നദി തുടങ്ങിയവയൊക്കെ. വെയിൻ ഗംഗ, ഈ വെയിൻ ഗംഗയ്ക്ക് ജലശരം എന്നും അറിയപ്പെടുന്നുണ്ട്. ജലശരം എന്നറിയപ്പെടുന്നു വെയിൻ ഗംഗയാണ് ട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു കൃഷ്ണ എന്ന് പറയുന്ന നദിയെ കുറിച്ച്. കൃഷ്ണയുടെ പ്രത്യേകത, കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, കാരണം കിഴക്കോട്ട് ഒഴുകുന്നു. ദക്ഷിണേന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഇതിനെ വിളിക്കുന്ന പേരുകൾ തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ, പാതാളഗംഗ എന്നൊക്കെ വിളിക്കുന്നത് കൃഷ്ണയെയാണ്. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്
ഒന്ന് മൂസി, അടുത്തത് തുംഗഭദ്ര. ഏതാണ്? തുംഗഭദ്ര. അടുത്തത് മാലപ്രഭ, മാലപ്രഭ. അടുത്തത് ഭീമ, അടുത്തത് കൊയ്ന തുടങ്ങിയവ. കൃഷ്ണ നദീതീരത്ത് പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് വിജയവാഡ. ഒന്ന് വിജയവാഡ, അടുത്തത് ശ്രീശൈലം, അടുത്തത് ശ്രീശൈലം തുടങ്ങിയവ. ഇനി മൂസി നദീതീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ഹൈദരാബാദ്, സെക്കന്ദരാബാദ് തുടങ്ങിയവ. ക്ലിയർ ആയില്ലേ? ഇനി എന്താ പറയാ, തുംഗഭദ്ര നദീതീരത്തുള്ള പ്രധാനപ്പെട്ടതാണ് ഹംപി. ഹംപി എപ്പോഴും ചോദിക്കാറുണ്ട് കൃഷ്ണദേവരായരുടെ ഹംപി അല്ലെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു കാവേരി എന്ന് പറയുന്ന നദിയെ കുറിച്ച്. കാവേരി, കാവേരി എന്താണ്? കർണാടകത്തിലെ കൂർഗ് മലനിരകളിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇനി തെക്കേ ഇന്ത്യ എടുക്കുമ്പോ തെക്കേ ഇന്ത്യയിലെ പുണ്യനദി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? കാവേരിയെയാണ്. കാവേരി നദീതീര പട്ടണമാണ് തഞ്ചാവൂര്. കാവേരി നദീതീരത്താണ് തഞ്ചാവൂര്. അതുപോലെ തന്നെ വേളാങ്കണ്ണി, എല്ലാവർക്കും അറിയാം അല്ലെ. വേളാങ്കണ്ണി കാവേരി നദീതീരത്താണ്. ഇനി എന്താണ്? മൈസൂര്, മൈസൂര്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശ്രീരംഗപട്ടണം, ശ്രീരംഗപട്ടണം തുടങ്ങിയവ. ഇനി കാവേരിയുടെ പോഷക നദികളാണ് ഒന്ന് വൈഗ, അതുപോലെ തന്നെ കബനി. നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയവ അല്ലെ. കാവേരിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദക്ഷിണ ഗംഗ എന്നാണ് ഇല്ലേ. നമ്മുടെ കാവേരി നദീജല തർക്ക പരിഹാരം നമുക്കറിയാം അല്ലെ. അതിന്റെ വിധിയൊക്കെ വന്നു. വിധി വന്നപ്പോ ഇതുമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കേരളം അല്ലെ, അതുപോലെ തന്നെ തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, അതുപോലെ തന്നെ പുതുച്ചേരി, ഇവരൊക്കെ ആയിട്ടാണ് പ്രശ്നം അല്ലെ. ഇത്രയും സ്ഥലങ്ങൾ തമ്മിലാണ് പ്രശ്നം. ഈ വിധി പ്രകാരം 30 TMC ജലം കേരളത്തിന്. ഏറ്റവും കുറവാർക്കാന്ന് ചോദിച്ചാൽ പുതുച്ചേരിക്കാണെന്നും പറയും ട്ടോ. അപ്പോ എന്താ പറയുന്നത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ശിവസമുദ്രം എന്ന് പറയുന്നത്. ആ ശിവസമുദ്രം എവിടെയാണ്? കാവേരി നദിയിലാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു മഹാനദിയെ കുറിച്ച്. മഹാനദിയുടെ പ്രത്യേകത എന്താണ്? മഹാനദി ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒഡീഷയുടെ ദുഃഖം എന്നാണ്. അപ്പൊ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ്? ഷിയോനാഥ് നദിയാണ്. ഷിയോനാഥ് നദിയുടെ പ്രത്യേകത എന്താണ്? ഷിയോനാഥ് ഉണ്ട്, ടെല്ലുണ്ട്, ഇപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഷിയോനാഥിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഏത്? നമ്മുടെ ഷിയോനാഥ് നദി എന്ന് പറയുന്നത് കേട്ടോ. ഓണർ എഗ്രിമെന്റ് 22 വർഷത്തേക്കായിരുന്നു. കൈലാഷ് സോണിയാണ് അതിന്റെ ഓണറൊക്കെ കേട്ടോ. നീട്ടിയുണ്ട് പിന്നെയും. ഇനി അടുത്ത നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 നദികളെ കുറിച്ച് പഠിക്കുകയാണ്, നർമ്മദയും താപ്തിയും. നർമ്മദയെ കുറിച്ച് പറയുമ്പോ അപ്പൊ പതനം എവിടെയാവും? പടിഞ്ഞാറോട്ടാവുമ്പോ അറബിക്കടലിലാവും. അമർഖാണ്ഡ കുന്നുകളിലെ മൈക്കലാ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബറൂച്ചി വഴി അറബിക്കടലിൽ പതിക്കുന്നു. ഇതിനെ മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നു. പണ്ട് കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ താവ, ബെഞ്ചാർ തുടങ്ങിയവ ഇതിന്റെ ട്രൈബ്യൂട്ടറീസ് ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ വലിയ നദിയാണ് നർമ്മദ. ഭ്രംശ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര, അടുത്തത് പ്രധാനാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും
തെക്കേ ഇന്ത്യ എന്നും രണ്ടായി തിരിക്കുന്നതും ഏതന്നെയാണ്? നർമ്മദ തന്നെയാണ്. സർദാർ സരോവർ പദ്ധതിയില് അതിനെതിരെയാണ് എന്താ നർമ്മദ ബച്ചാവോ ആന്തോളൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിനെതിരെ പ്രക്ഷോഭം നയിച്ചതാണ് സർദാർ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറിന്റെ നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ഈ സർദാർ സരോവർ പദ്ധതി എവിടെയായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നർമ്മദയിലാണ് എന്ന് പറയണം. ഇനി അടുത്തത് ഒരു നദിയും കൂടിയുള്ളൂ, അതിന്റെ പേരെന്താണ്? താപ്തി എന്നാണ്. നർമ്മദ കഴിഞ്ഞ അടുത്തത് ഏതാ? താപ്തി. താപ്തി ആവുമ്പോ താപ്തി മധ്യപ്രദേശിലെ അല്ലെ മുൾട്ടായ് വനത്തിൽ നിന്നാണ്. എവിടുന്നാണ്? മുൾട്ടായ് വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. താപ്തിയെ നർമ്മദയുടെ ഇരട്ട എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോ ആ ദുഃഖം ഒന്നും കൂടി പറഞ്ഞേ. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ഏതാണ് ബംഗാളിന്റെ ദുഃഖം? ഏതാണ്? ദാമോദർ അല്ലെ, ദാമോദർ. അസമിന്റെ ദുഃഖമാണെങ്കിലോ അസമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര. അസമിന്റെ ദുഃഖം ഏതാ? ബ്രഹ്മപുത്ര. ബീഹാറിന്റെ ദുഃഖം ഏതാ? കോസി നദി. ബീഹാറിന്റെ ദുഃഖം ഏതാ? കോസി നദി. അടുത്തത് ഒഡീഷയുടെ ദുഃഖം ഏതാ? ഒഡീഷയുടെ ദുഃഖം ചോദിക്കുമ്പോ മഹാനദി. ഒഡീഷയുടെ ദുഃഖം ചോദിക്കുമ്പോ മഹാനദി. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള ദുഃഖങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നദീതീര പട്ടണങ്ങള് എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. നദീതീര പട്ടണങ്ങൾ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയത്. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്താ പറയാ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഒരു കാറ്റഗറിയും കൂടി ടീച്ചർ വേണമെങ്കിൽ ഒന്നും കൂടി ഒരുമിച്ച് പറയാം. അതായത് വൃത്തഗംഗ. വൃത്തഗംഗ ഏതാണ്? ഗോദാവരി. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് തെലുങ്ക് ഗംഗ. നമ്മൾ നേരത്തെ പറഞ്ഞു തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അതുപോലെ തന്നെ അർദ്ധഗംഗ. ഇത് മൂന്നും ഏതാണ്? ഏതാ പറയാ? ഇതിനെ മൂന്നിനെയും കൃഷ്ണ എന്ന് പറയും അല്ലെ. അടുത്തത് ദക്ഷിണ ഗംഗ. അറിയാലോ ദക്ഷിണ ഗംഗ ഏതാണെന്ന്? ഗോദാവരി. ഏതാണ്? ഗോദാവരി. അടുത്തത് മാൾവാ ഗംഗ. മാൾവാ ഗംഗ ബിത്വ നദി ട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ഇനി ശരിക്കും നദികളിൽ തന്നെ പെടുന്നതല്ലാതെ ആഘോഷങ്ങളിൽ പെടുന്നതാണ് കുംഭമേള. അപ്പൊ അതും കൂടി കുംഭമേള നമുക്ക് ഗംഗയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് എന്താ പറയാ ഗംഗ മാത്രല്ല വേറെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒന്ന് അലഹബാദില് കുംഭമേള നടക്കുന്നുണ്ട്, അലഹബാദില്. അതുപോലെ തന്നെ ഹരിദ്വാറില് കുംഭമേള നടക്കുന്നുണ്ട്. പിന്നെ എവിടെയാ നടക്കണേ? ഉജ്ജയിനിയിൽ നടക്കണുണ്ട് അല്ലെ. ഉജ്ജയിനിയിൽ നടക്കണുണ്ട്. അതുപോലെ നാസിക്കിൽ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഹരിദ്വാർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. സോറി ഉത്തരാഖണ്ഡിലാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലും മഹാരാഷ്ട്രയിലെ നാസിക്കിലുമാണ് എന്ത് നടക്കുന്നത്? 4 കുംഭമേളകൾ, 4 സ്ഥലങ്ങളിൽ കുംഭമേളകൾ നടക്കുന്നത്. അതില് അലഹബാദ് ഗംഗാ നദീ തീരത്ത്, ഹരിദ്വാറില് ഗംഗാ നദീ തീരത്ത്, ഉജ്ജയിനിയില് ക്ഷിപ്ര നദീ തീരത്ത്, നാസിക്കില് ഗോദാവരി നദീ തീരത്ത്. ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമാണ് അല്ലെ. ഒരു തീർത്ഥാടന സംഗമം എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം കുംഭമേള. അതില് 12 വർഷം കൂടുമ്പോ നടക്കണേന് എന്താ പറയാ 12 വർഷം കൂടുമ്പോ സാധാരണ കുംഭമേള നടക്കുന്നു. 6 വർഷം കൂടുമ്പോ എന്ത് നടക്കുന്നു? അർദ്ധ കുംഭമേള നടക്കുന്നു. അർദ്ധ കുംഭമേള. 144 വർഷം കൂടുമ്പോ എന്ത് നടക്കുന്നു? മഹാകുംഭമേള നടക്കുന്നു. മഹാകുംഭമേള. സാധാരണ കുംഭമേള എത്ര വർഷം കൂടുമ്പോഴാന്ന് ചോദിച്ചാൽ എത്ര വർഷം കൂടുമ്പോ പറയും? 12 വർഷം കൂടുമ്പോഴാണ് നടക്കുക എന്ന് പറയും കേട്ടോ. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഭംഗിയായിട്ട് ഇത്തിരി സ്പീഡൊക്കെ ഉണ്ട് ടീച്ചർ പറയുമ്പോൾ ടീച്ചർക്ക് അറിയാം. പക്ഷെ അവസാനമായി നിങ്ങളൊപ്പം കൂടണം, എന്നാലാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുള്ളൂ. ആ ഓർമ്മയില് ആ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാനായിട്ട് ശ്രമിക്കാട്ടോ മക്കളെ. കുറച്ച് ദിവസമുള്ളൂ. SCRT പാഠഭാഗങ്ങള് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും ഭംഗിയായിട്ട് പഠിക്കുക. ഇനി അതിന്റെ ഇടയിൽ ഒരു ദിവസം ടീച്ചർ എന്തിടും?
നമ്മുടെ കറണ്ട് അഫയേഴ്സും കൂടി നമ്മള് എന്താ പറയാ എത്രയും ദിവസത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് പഠിക്കണം. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.